ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങിയോ? ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ വളരെ വൈകാരികവും പിന്നെ മറന്നു പിണറായി സർക്കാരിൻ്റെ 10 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? 10 വർഷത്തിനെ കുറിച്ച് സാമ്പത്തികത്തിൻ്റെ ആസ്പെക്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഡീൽ ചെയ്യുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റാണ്. എൻ്റെ ഒരു കരിയർ അല്ലെങ്കിൽ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കുമ്പോൾ ഭയങ്കര കോൺട്രഡിക്റ്റിംഗ് ആണ്. പരസ്പര ബന്ധം ധാരണയില്ല. ഞാൻ എന്താട്ടി എനിക്ക് പൊലിവ് കയറണം, ഇത് സെറ്റാണ്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ മൂപ്പര് നല്ല പൈസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ കാണുന്ന സമയത്ത് മൂപ്പര് നല്ല പൈസ ഉണ്ടാക്കണമെന്ന് എനിക്ക് വിചാരിച്ചു, എന്ത് രസമായിരിക്കും ഇന്ന് അദ്ദേഹം പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ. അതിലെൻ്റെ ഒരു പ്രൊഫസറുണ്ട്, പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ വെച്ചാൽ, മോനെ ഷാറൂഖ്, ബാക്ക് ദെൻ വി യൂസ് ടു ഗെറ്റ് എ ജോബ്, ഞങ്ങൾക്കൊക്കെ ഒരു ജോലി ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫീൽഡിൽ. ഇന്ന് മോനത് പ്രതീക്ഷിക്കേണ്ട കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പച്ചക്ക് റിയാലിറ്റി പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു 3-4 ദിവസത്തിന് ഞാൻ ഉറങ്ങിയിട്ടില്ല. ട്രേഡിങ് കത്തി നിൽക്കുന്ന ഒരു സമയമാണ് ഈ 2020, എസ്പെഷ്യലി ഇൻ കേരള. നമ്മളെ നാട്ടിലെ ട്രേഡിങ്ങിലെ ഒരു കിങ് എന്നറിയപ്പെടുന്നത് ഷാരിഖ് ഷംസുദ്ദീനാണ് അല്ലേ. അയാൾ റെവല്യൂഷൻ കൊണ്ടുവരാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, വിന്നേഴ്സിനേക്കാളും കൂടുതൽ ലൂസേഴ്സാണ് ഈ ഒരു ഗെയിമിലുള്ളത്. അത് ആദ്യം മനസ്സിലാക്കണം. ആരും അത് ഇതാക്കുന്നില്ല.